ഇടുക്കി ഡാമിൻ്റെ എഞ്ചിനീയറിംഗ് വിസ്മയവും അതോടൊപ്പം പ്രകൃതിയുടെ സൗന്ദര്യ വിസ്മയവും ഒത്തുചേർന്ന ഇടുക്കി ജലാശയവും ഇടുക്കി ചെറുതോണി ഡാമുകളും സന്ദർശിക്കുവാൻ ഓൺലൈൻ ആയി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓൺലൈനായി മാത്രമേ ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കുന്നതിനുള്ള ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഇടുക്കിയിൽ നേരിട്ടെത്തിയാലും മൊബൈൽ വഴി സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ മാത്രമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതും ടിക്കറ്റ് ലഭ്യമാക്കുന്നതും. ഇടുക്കി ഡാം സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓൺലൈൻ ടിക്കറ്റ് മുൻകൂർ ബുക്ക് ചെയ്യാവുന്നതാണ്. ബഗ്ഗിക്കാറിൽ ചെറുതോണി ഡാമിന് മുകളിലൂടെയും പിന്നീട് 2 കിലോമീറ്റർ ദൂരം ഡാം ബന്ധിപ്പിച്ചിരിക്കുന്ന മലയിലെ വഴികളിലൂടെ യാത്ര ചെയ്ത് പിന്നീട് ഇടുക്കി ഡാമിന് മുകളിലൂടെയും സഞ്ചരിച്ച് പുറത്തിമലയിലെ വലിയ തുരങ്കത്തിലൂടെയും കടന്നുപോയി തിരികെ പുറപ്പെട്ട ചെറുതോണി ഡാമിന് സമീപം എത്താവുന്നതാണ്. ഈ യാത്രയ്ക്ക് 30 മിനിറ്റാണ് ദൈർഘ്യമുള്ളത്. ഇതിനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. എല്ലാ ദിവസവും ഇടുക്കി ഡാം സന്ദർശനാനുമതി നൽകിയിട്ടില്ല. എന്നാലും ഇടുക്കി ചെറുതോണി ഡാമിൻ്റെ കാഴ്ചകൾ വിശാലമായി കാണാവുന്ന ഹിൽ വ്യൂ പാർക്കും ഇടുക്കി ഡാം ലേക്കിലെ ബോട്ട് യാത്രയും എല്ലാ ദിവസവും ഉണ്ട്. ഇതിൻ്റെ ടിക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇടുക്കി ഡാം സന്ദർശനത്തിന് ആവശ്യമായ ഓൺലൈൻ ടിക്കറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പോകാം. ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് www.kerala-tourism.com/attractions എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് വിൻഡോസിൽ തന്നെ കേരള ഹൈഡൽ ടൂറിസം സെൻറ്റർ എന്നാണ് കാണിക്കുന്നത്. അതിൽ ബുക്കിംഗ് എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഹൈഡൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ് ബുക്ക് ചെയ്യേണ്ടത് അതിന് ഡീറ്റെയിൽസാണ് തരുന്നത്. നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഇടുക്കി റിസർവോയർ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് ആണ്. അതുകൊണ്ട് ഇടുക്കി റിസർവോയർ എന്നുള്ള ഭാഗത്തിന് തൊട്ട് താഴെ നമ്മൾ ബുക്ക് ചെയ്യുന്നു. അടുത്ത വിൻഡോസ് കാണിക്കുന്നത് ഇടുക്കി ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില നിബന്ധനകളും കാര്യങ്ങളുമൊക്കെയാണ്. അത് വായിച്ച് നോക്കി അതിന് ശേഷം ക്ലോസ് ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക് വരുന്ന വിൻഡോസിൽ ഇടുക്കി റിസർവോയർ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. സെലക്ട് ഫെസിലിറ്റി നമ്മൾ എൻട്രൻസ് പ്ലസ് ബഗ്ഗി എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ബഗ്ഗിക്കാരിൽ മാത്രമാണ് ഇടുക്കി റിസർവോയർ പോയി കാണുവാനുള്ള അനുമതിയുള്ളൂ. ഡേറ്റ് നമ്മൾ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് എന്ന് തന്നെയല്ല, ഇവിടെ എന്നൊക്കെയാണ് എൻട്രൻസ് ഉള്ളത് ആ ഡേറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. ആ ഡേറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇനി സെലക്ട് ടൈമിങ് 12:30 to 1 മണിയാണ് കൊടുക്കുന്നത്. അരമണിക്കൂറാണ് ഈ ഒരു പ്രോഗ്രാം മൊത്തത്തിൽ ഈ ബഗ്ഗിക്കാരിൽ പോയി തിരിച്ച് വരാനെടുക്കുന്നത്. അതിന് സെർച്ച് കൊടുക്കുന്നു. സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ നമ്പർ ഓഫ് ടിക്കറ്റ് റിക്വയർഡ് എന്നാണ് കാണിക്കുന്നത്. അതിനകത്ത് എത്ര ടിക്കറ്റാണ് നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ 3 കൊടുക്കുകയാണ്. അപ്പോൾ അഡൽട്ട് നമ്പർ ഓഫ് ടിക്കറ്റ് 3. അതിനകത്ത് എത്ര അഡൽട്ടാണ് 3 അഡൽട്ട് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെറുതെ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ആഡ് ടു ടിക്കറ്റ് എന്നുള്ള ഒരു ഇതിനകത്തേക്ക് വന്നു. ടിക്കറ്റ് ആഡിറ്റ് 3 ടിക്കറ്റാണ് ടോട്ടൽ. അഡൽട്ട് മാത്രമായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെയിം കൊടുക്കാൻ പറഞ്ഞു. ആ നെയിം കൊടുക്കേണ്ട സ്ഥാനത്ത് നമുക്ക് ബുക്ക് ചെയ്യുന്ന ആളുടെ നെയിം അങ്ങ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മൊബൈൽ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു OTP വരും. OTP എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത വിൻഡോസ് ആയിട്ട് നമുക്ക് പണമടയ്ക്കാനുള്ള UPI പേയ്മെൻറ്റോ ഏത് രീതിക്കാണ് പണം അടയ്ക്കേണ്ടത് ആ രീതിയിലോട്ട് നമുക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ പണം അടയ്ക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പൈസ അടച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി എളുപ്പമാർഗ്ഗത്തിൽ മറ്റൊരു രീതിയുണ്ട്. അതായത് അവരുടെ സ്കാനർ നമ്മൾ ഡയറക്റ്റായിട്ട് ആ സ്കാനർ മാത്രം എടുത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പണം അടയ്ക്കേണ്ട ആ ഒരു സൈറ്റിലോട്ട് ഡയറക്റ്റായിട്ട് കയറിപ്പോയി നമുക്ക് പണം അടയ്ക്കാൻ സാധിക്കും. അതായത് ഇടുക്കി ഡാം വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന രീതികൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റ് വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.